അന്വേഷണ സംഘം ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. അറസ്റ്റ് തടയരുതെന്ന പ്രോസിക്യൂഷൻ ആവശ്യം സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ SITയോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഡിസംബർ 15-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് തന്നെ വിശദമായ വാദം കേൾക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകന്റെ ആവശ്യം. പിന്നാലെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധമാണ് സംഭവിച്ചതെന്ന ഹർജിക്കാരന്റെ വാദം ഗൗരവമായി പരിഗണിക്കുന്നുവെന്ന് ഹൈക്കോടതി. പൂർണ്ണമായും കേൾക്കപ്പെടാതെ ഒരു പ്രതിയും അറസ്റ്റ് ചെയ്യപ്പെടരുത്. കോടതിക്ക് മുൻവിധിയില്ലെന്നും ജസ്റ്റിസ് K. ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വിലക്കരുതെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചില്ല. പ്രോസിക്യൂഷനോട് റിപ്പോർട്ട് തേടിയ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 15-ന് വിശദമായ വാദം കേൾക്കും. അതുവരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനുള്ള വിലക്ക്. തെറ്റായിട്ടുള്ളതാണ്. ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്ത പിറ്റേസുമുള്ള അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട്. അതായത് സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുന്നിലുണ്ട്. തെറ്റായിട്ട് അത് അബ്സ്കോണ്ടിംഗ് എന്ന് പറയുന്നതാണ്. മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെതിരെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അപ്പീൽ. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി തെളിവ് നൽകാൻ തയ്യാറാണ് എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ഉയർത്തിയ വാദം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.